കടകംപള്ളി ഉടൻ അറസ്റ്റിലാവെന്ന് പറയാൻ എന്താ കാര്യം? ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ സ്ഥാനവും പറയുന്നില്ല, അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കടകംപള്ളി സുരേന്ദ്രനില്ല. കടകംപള്ളി മത്സരിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം കടകംപള്ളി ജയിലിലായിരിക്കും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അങ്ങനെയാണ് പാർട്ടി ഇപ്പോൾ വിശ്വസിക്കുന്നത്. CPM-ൻ്റെ ഇപ്പോൾ സതീശൻ പറയുന്ന പോലെ CPM-ൻ്റെ സ്വാധീനത്തിനൊന്നും അങ്ങനെയൊന്നും ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. കാരണം ഹൈക്കോടതി നേരിട്ട് മോണിറ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ 2 സർക്കിൾ ഇൻസ്പെക്ടർമാരെ ആ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് ഈ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിച്ച 2 പേരെ ഉൾപ്പെടുത്തിയത് ഒരു തെറ്റായ നടപടിയാണെന്ന് വന്നു. DG പരാതിയൊക്കെ ഒന്ന് സതീശൻ ഇടപെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ DGP അവരുടെ ആ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നത് മരവിപ്പിച്ചിട്ടുണ്ട്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ചില ഇടപെടലുകൾ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ചില അറസ്റ്റുകളൊക്കെ ഒഴിവാക്കാൻ കടകംപള്ളിയുടെയും പ്രശാന്തിൻ്റെയും ഉൾപ്പെടെയുള്ള ചോദ്യം ചെയ്യലുള്ളത് വൈകിപ്പിക്കാൻ സർക്കാർ ഇടപെട്ടു എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അത് ഹൈക്കോടതിയുടെ മുമ്പാകെയും വന്നിട്ടുണ്ട്. ഹൈക്കോടതി അത് വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. ഇപ്പം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്ന ഈ കൊള്ള എല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് അപ്പുറത്തേക്ക് പോകാതെ നിൽക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒന്നല്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഏതാനും സ്വർണ്ണപ്പാളികളും ദ്വാരപാല ശില്പങ്ങളും അടിച്ചു മാറ്റി എന്നുള്ളതല്ല. 42.5 കിലോഗ്രാം സ്വർണം ശബരിമലയിൽ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അത് എത്ര പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നറിയില്ല. അപ്പോൾ 42.5 കിലോ സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്ന് പോയിരിക്കുന്നത്. ഏതാണ്ട് നമ്മുടെ വിജയമല്യ അത് സ്വർണ്ണ മേൽക്കൂരയും ദ്വാരപാല ശില്പങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി 32 കിലോ സ്വർണ്ണമാണ് നൽകിയിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണം കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ 42.5 കിലോഗ്രാം സ്വർണ്ണപ്പാളികൾ ഈ സംഘം സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഉരുക്കി രാസലായനിയിൽ ഇട്ട് കഴിഞ്ഞാൽ ചെമ്പ് മുഴുവൻ അങ്ങ് പോകും, സ്വർണ്ണം മാത്രം വേർതിരിഞ്ഞ് കിട്ടും. അങ്ങനെ ഉരുക്കി മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലേക്കാണ് അന്വേഷണം പോകുന്നത്. അപ്പോൾ ഇത്ര ഹ്യൂജ് ക്വാണ്ടിറ്റി സ്വർണത്തിൻ്റെ കൊള്ള നടന്നത് ദേവസ്വം മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാൻ തരമില്ല. കാരണം ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക് എല്ലാ ഫയലുകളും പോയിട്ടുണ്ട് എന്ന് പ്രശാന്തും വാസുവും അടക്കമുള്ളവർ മൊഴി കൊടുത്തിട്ടുണ്ട്. വാസു ഇപ്പോൾ സുപ്രീം കോടതി പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കടകംപള്ളിയെ CPM-ൻ്റെ ഒരു MLA ആണ്, മുൻ മന്ത്രിയാണ്, CPM-ൻ്റെ തിരുവനന്തപുരത്തെ അല്ല സംസ്ഥാനത്ത് തന്നെ പ്രമുഖനായൊരു നേതാവാണ്, പിണറായിയുടെ വിശ്വസ്തനാണ്. അങ്ങനെയുള്ള കടകംപള്ളിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കണമെങ്കിൽ വെറുതെ വിളിച്ചതല്ല, വെറുതെ അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചോദ്യം ചില കാര്യങ്ങൾ കടകംപള്ളിയിൽ നിന്ന് അറിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഘട്ടത്തിൽ അന്വേഷണ സംഘം എത്തുകയും CPM-ൻ്റെ സമ്മർദ്ദത്തെ അതിജീവിച്ച്, അങ്ങനെ സമ്മർദ്ദത്തിൽപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല, ഞങ്ങൾക്ക് ചോദ്യം ചെയ്തേ പറ്റൂ എന്ന് തരത്തിൽ മുന്നോട്ട് പോയതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നത്. പക്ഷേ കടകംപള്ളിയോട് ഏതാണ്ട് 100ഓളം ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞ മറുപടികളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മറുപടികൾ വെച്ച് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും മറ്റേ പോറ്റിയെയും ഒക്കെ വീണ്ടും ചോദ്യം ചെയ്യും. ഇത് തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ബോധ്യപ്പെട്ടാൽ വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യും. അടുത്ത ചോദ്യം ചെയ്യലിന് ശേഷം കടകംപള്ളിയുടെ അറസ്റ്റ് നടക്കും എന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. അപ്പോൾ കടകംപള്ളി ഇപ്പോൾ പറയുന്നുണ്ട്, 2 ആഴ്ച മുമ്പ് പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ കണ്ടായിരുന്നു, എനിക്കിപ്പോൾ ഉറക്കം വരുന്നില്ല, എന്നെ കള്ളൻ എന്ന് വിളിക്കുന്നു. ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. കടകംപള്ളിയുടെ ഉള്ളിൽ ഒരു ഭക്തനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഗുരുവായൂർ എന്നപ്പോൾ അദ്ദേഹം കൈകൂപ്പി തൊഴുതപ്പോൾ അതിൻ്റെ പേരിൽ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമുണ്ടായി, കൊള്ളൊക്കെ ഉണ്ടാക്കി. CPM-കാരിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഭക്തനുണ്ട്. പിണറായി വിജയൻ്റെ കാര്യത്തിലാണെങ്കിൽ എത്രയോ കാലമായിട്ട് ഈ ഓരോ ഓൺലൈൻ ചാനലുകളൊക്കെ പറയുന്നു അദ്ദേഹം ജോത്സ്യനെ കണ്ടു. ഇങ്ങനെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്, ജോത്സ്യനെ കണ്ടു, കറുത്ത കാർ അതിൻ്റെ പേരിലാണ്, ഈയിടെയും പൂജ നടത്തി എന്നൊക്കെ. അമ്മയും മകളും കൂടെ, ഭാര്യയും മകളും കൂടെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പോകുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. അപ്പോൾ ഇത് ഒരു പിണറായിയും പതുക്കെ ഒരു വിശ്വാസിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. വിശ്വാസം അവിടെ ഇരിക്കും, പക്ഷേ വിശ്വാസം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് മോഷണം നടത്തിയതിൻ്റെ പ്രായശ്ചിത്തത്തിനാണോ എന്ന് അറിയില്ല. തൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് ശബരിമലയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൊള്ള നടന്നത്. ഇപ്പം എങ്ങനെ കടകംപള്ളിക്ക് ഒഴിയാൻ പറ്റും? 2019 അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരിക്കുകയാണ് ഈ ഭീകരമായ കൊള്ള നടന്നത്. അപ്പം അതുകൊണ്ട് CPM ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികളൊക്കെ തീരുമാനിക്കുന്നു, ഏതാണ്ട് സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിച്ച് വരികയാണ്, എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നു. കാരണം നമ്മൾ പറയുമ്പോൾ സംസ്ഥാന കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ്. 2-3 ആളുകൾ ഇരുന്നങ്ങ് തയ്യാറാക്കും, എന്നിട്ട് അത് സെക്രട്ടേറിയറ്റ് വെക്കും, സ്റ്റേറ്റ് കമ്മിറ്റി വെക്കും. അല്ലാതെ സംസ്ഥാന കമ്മിറ്റിയിലെ 101 പേരും ഇരുന്നുകൊണ്ട് ചർച്ചിച്ച് അല്ല തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരാഴ്ച എടുക്കും. ഇലക്ഷൻ കഴിഞ്ഞാലും ചർച്ച തരത്തില്ല. എല്ലാവർക്കും മത്സരിക്കണമല്ലോ, അങ്ങനെയാണല്ലോ, എല്ലാവർക്കും മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3-4 പേരിരുന്ന് ഈ കേരളത്തിലെ
നിയമസഭാ സീറ്റുകളിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥികളായി ആരൊക്കെയാവണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് കടകംപള്ളിയുടെ പേര് കളഞ്ഞു, വെട്ടിയിട്ടുണ്ട്, കടകംപള്ളി ഇല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ഭീഷണമായ, ഏറ്റവും ഭീതിതമായ, ഏറ്റവും നിർണായകമായ, ഏറ്റവും ദുർബലമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ദേവസ്വം മന്ത്രിയായ കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കും എന്നുള്ളൊരു ചോദ്യം CPM-നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഏകദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഒന്നും പ്രശ്നമല്ല, അടുത്തൊരു 100 ദിവസമുണ്ട്, അപ്പോഴത്തേക്ക് എന്തെങ്കിലും കിറ്റോ ഒക്കെ കൊടുത്ത് ആളുകളെ ശരിയാക്കാം എന്നൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ 15-ാം തീയതി മുതൽ വീടുകൾ തോറും കയറി ഇറങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട്. ശബരിമല മറ്റേ യുവതികളെ കെട്ടിയതിന് 2 ചാക്കി കെട്ടിയതിന് ശേഷവും വീടുകൾ കയറി ഇറങ്ങിയതല്ലോ. അല്ല, CPM-നെ സംബന്ധിച്ച് CPM ഒരു പാർട്ടി മെഷീനറി ഉണ്ട്, അവർക്ക് പണി ചെയ്യാനറിയാം, അവർ വീടുകളിൽ കയറും. എന്നിട്ട് എന്ത് പറയും? നിങ്ങളുടെ മന്ത്രിസഭയുടെ കാലത്ത് ശബരിമലയിലെ ഇത്ര ഭീകരമായ കൊള്ള നടത്തി, അതിനെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഒരു സംഭാഷണത്തിൽ നമ്മൾ വന്ന് ജനുവരി 2 ഇന്ന് കേരളത്തിൽ നറുക്കെടുത്ത ലോട്ടറി ടിക്കറ്റിൽ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ദൈവസങ്കല്പമായ മഹാദേവനെ ആക്ഷേപിക്കുന്ന ഒരു ചിത്രം വരച്ച് വെച്ചിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് അടിക്കട അടുത്ത ലക്കത്തിൽ ശിവലിംഗത്തെ ആക്ഷേപിക്കുന്നവരുടെ ടിക്കറ്റ് അടിക്കട എന്ന് പിണറായി പറഞ്ഞിട്ടൊന്നുമില്ല. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ സർക്കാരിനെ മോശമാക്കാൻ വേണ്ടി സതീശൻ്റെ ടീം ചെയ്തതാണ്. അങ്ങനെയും വരാം, ആയിക്കോട്ടെ. ഇതിൻ്റെയൊക്കെ പഴി കാരണം ആളുകൾ തെരുവിലിറങ്ങുന്നില്ല, ബഹളം വെക്കുന്നില്ല. പക്ഷേ എല്ലാ ആളുകൾക്കും അറിയാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ വേറെ ഇവന് പണി കൊടുത്തേക്കാം എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള മുമ്പൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് UDF അധികാരത്തിൽ നിന്നും വരില്ല എന്നാണ് ഞാൻ നമ്മുടെ ഒരാഴ്ച മുമ്പുള്ള നമ്മുടെ സംഭാഷണത്തിലൊക്കെ പറഞ്ഞു. ഇപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ സാധ്യത വളരെ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ സാധ്യത പരിമിതപ്പെട്ട് UDF അധികാരത്തിൽ വരുന്ന വലിയ അപകടമാണെന്നുള്ള ബോധ്യമുള്ള ആളാണ് ഞാൻ. കാരണം അങ്ങനെ വന്നാൽ കേരളം ഭരിക്കാൻ പോകുന്ന ലീഗും SDP-യും വെൽഫെയർ പാർട്ടിയും എല്ലാം ചേർന്നായിരിക്കും. കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ശ്രമം അതിവേഗം ബഹുദൂരം അവിടെ നടത്തുമെന്ന് KM ഷാജി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലം മുസ്ലിം സമുദായത്തിന് കിട്ടാതെ പോയ എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അധികാരം തിരിച്ചു പിടിക്കാൻ പോകുന്നത് എന്ന് പരസ്യമായി പറഞ്ഞിട്ട് അയാളെ ഒന്ന് തിരുത്താൻ പോലും തയ്യാറാവാത്ത ലീഗ് നയിക്കുന്ന സർക്കാരാണ് വരാൻ പോകുന്നത്. അത് വലിയ അപകടമാണ്. CPM വരുന്നതിനേക്കാളും അപകടമാണ് UDF വരുന്നത്. അത് കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിയേണ്ടതാണ്. പക്ഷേ ഇവർ സ്വയം ഇങ്ങനെ പിന്നാക്കം പോവുകയാണെങ്കിലോ? ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പത്മകുമാറിനെയും വേണ്ടി വന്ന കടകംപള്ളിയെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ളൊരു തീരുമാനം CPM-ൻ്റെ ഭാഗത്ത് നിന്ന് വരും എന്ന് തോന്നുന്നു. കാരണം ഇനിയിപ്പോൾ അല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും കുറ്റപത്രം കൊടുക്കട്ടെ, ചാർജ് ഷീറ്റ് കൊടുക്കട്ടെ എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇനിയിപ്പം ഈ പറയുന്ന പോലെ അന്വേഷണം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പോ വല്ലോ ചാർജ് ഷീറ്റ് കൊടുത്താൽ അതിലും വലിയ തിരിച്ചടിയാവും. ചാർജ് ഷീറ്റ് കിട്ടിയ ഉടനെ ഞങ്ങൾ പുറത്താക്കി എന്ന് പറയുന്നതിലും നല്ലത് നേരത്തെ ചെയ്യുന്നതാണ്. പക്ഷേ കുറച്ചൊക്കെ ആയിട്ട് CPM-ന് ഈ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുത്തില്ല. 50 വർഷം കഴിഞ്ഞപ്പോഴാണ് അത് തെറ്റായിപ്പോയി സോറി പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ശബരിമല കൊള്ളയിൽ യുവതികളെ കയറ്റിയതിലൊക്കെ CPM മാപ്പ് പറയും. ഇന്നല്ല, കുറച്ച് കാലം കഴിയും. അപ്പോഴത്തേക്ക് ഈ പാർട്ടി പണ്ടറടങ്ങി ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പാർട്ടി മാറും. ഒരു കുഞ്ഞു പോലും ഇല്ലാത്തല്ല, ഹിന്ദുക്കളായ കുഞ്ഞുങ്ങളല്ല, ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ഒരുപാട് പേർ. ഗോവിന്ദൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ നിരീശ്വരവാദ പാർട്ടിയൊന്നുമല്ല. ഈ CPM-ൽ ഒരുപാട് വിശ്വാസികളുണ്ട്. ഈ വിശ്വാസികളെല്ലാം പാർട്ടി വിട്ടുപോകും സഖാവേ. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, അടുത്ത പ്രാവശ്യം CPM-ന് അധികാരത്തിൽ വീണ്ടും എത്തണമെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ട് തിരിച്ച് കിട്ടിയേ പറ്റൂ. അതിന് ഇങ്ങനെ ഉള്ള ഓരോ ദിവസവും വരുന്ന കൊള്ളയുടെ വാർത്തകൾ കേട്ട് മനസ്സും മരവിച്ച ഹിന്ദു വോട്ടർമാർ, നിങ്ങളുടെ സഖാക്കൾ വലിയ തോതിൽ പാർട്ടിക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് കടകംപള്ളിയും പത്മകുമാറും വാസുവും അടക്കമുള്ള ആളുകളെ ഇനിയും സംരക്ഷിക്കുന്ന നിലപാട് CPM എടുത്താൽ CPM വലിയ പതനമാണ്. ഇത് CPM-ൽ ഒരു വിഭാഗം ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. CPM-ൽ കടകംപള്ളിക്കെതിരെ, പത്മകുമാറിനെതിരെ, വാസുവിനെതിരെ നടപടി വേണം എന്നാവശ്യപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷേ പാർട്ടി ഭയപ്പെടുന്നതെന്നറിയോ? ഇപ്പോൾ ഒരു നടപടി എടുത്ത് പുറത്താക്കിയാൽ ഇവർ നാളെ എന്തൊക്കെ വരും? ആളെ പിണറായിയുടെ പേര് പറഞ്ഞാലോ? ഒരു വല്ലാത്ത ഭയമാണ്. ഒരുപക്ഷെ ഇപ്പം നിൽക്കുമ്പോൾ അല്ല പാർട്ടിയുണ്ട്, പാർട്ടി സംരക്ഷിച്ചോളും എന്നൊരു തോന്നൽ ഇവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇവരെ നടപടി എടുത്ത് പുറത്താക്കി കഴിഞ്ഞാൽ ഭയങ്കരമായ നിരാശ ബാധിച്ച ഇവർ എന്തു പറയും? പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് പത്മകുമാർ ഒരു മൊഴി കൊടുത്താൽ എന്താ സംഭവിക്കാൻ പോവുക? പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു മൊഴി കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം പൊതുവിൽ നമ്മുടെ നാട്ടിലുണ്ട്. കടകംപള്ളി അടുത്ത പ്രാവശ്യം നിയമസഭ കാണില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് അഴിവാസം ഉണ്ടാവാനുള്ള ഒരു യോഗം
പിണറായി വിജയൻ്റെ കടകംപള്ളിയുടെ ജാതകവശാൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു പോയ പേര് മാറിപ്പോയില്ലേ, ആ പേര് മാറിപ്പോയ കാര്യം ഉണ്ടാവണോ വേണ്ടയോ എന്ന് അമിത്ഷാ തീരുമാനിക്കണം, നരേന്ദ്രമോദി തീരുമാനിക്കണം. ലാവ്ലിൻ്റെ കേസ് സുപ്രീം കോടതി കിടപ്പുണ്ട്. അത് 40 45 തവണ മാറ്റിവെച്ചതെന്ന് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില വാർത്തകൾ ഉണ്ടാവും. ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ആണ് ജയിക്കാനുള്ള ഏക മാർഗം, കേവല മാർഗം എന്ന് തിരിച്ചറിഞ്ഞാൽ പിണറായി കടകംപള്ളിയെയും പുറത്താക്കും, ഒരു സംശയവുമില്ല. പക്ഷേ അതിനു മുമ്പ് പിണറായി മറ്റൊന്നുകൂടെ ചെയ്യും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തെരഞ്ഞെടുപ്പിന് മുമ്പ് സോണിയാഗാന്ധിക്ക് കേരള പോലീസിന് നോട്ടീസ് പോകും. ശബരിമല കൊള്ളയിൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ കേരള പോലീസ് എന്നൊരു വാർത്ത ഉറപ്പായും വരും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മുടെ ചാനലിൻ്റെ ലോഗോയിലൊന്ന് വിരലമർത്തുക. അപ്പോൾ ചാനലിൻ്റെ പ്രൊഫൈൽ തെളിഞ്ഞ് വരും. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബാറിലൊന്ന് വിരലമർത്തുക. ഇപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ കൂടെ വിരലമർത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഞങ്ങളെ സഹായിക്കുക.